കാസർഗോഡ് മണ്ടേക്കാപ്പ് സ്വദേശി ശ്രേയയുടെ തിരോധാനത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണമെന്നും അഷ്റഫ് 24നോട് ആവശ്യപ്പെട്ടു. 23 ദിവസം പിന്നിട്ടിട്ടും കുട്ടിയെക്കുറിച്ച് പോലീസിന് വിവരമില്ലെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും AKM അഷ്റഫ് MLA പറഞ്ഞു. ശ്രേയ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി മിസ്സായി ഇന്നേക്ക് 25 ദിവസം കടന്നിരിക്കുകയാണ്. MLA എന്ന നിലയ്ക്ക് ഈ അന്വേഷണത്തിൽ ഞാൻ തൃപ്തനല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. DGPയെ നേരിട്ട് കണ്ട് എന്തായാലും ഇതൊരു ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് എത്രയും പെട്ടെന്ന് ആ കുട്ടിനെ നമുക്ക് ഈ പാരൻസിൻ്റെ കണ്ണീര് ഒപ്പി അവർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി MLA എന്ന നിലയ്ക്ക് തീർച്ചയായും നേതൃത്വം കൊടുക്കും. അരുൺ പാർക്കൽ കാസർഗോഡ് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ശ്രേയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എന്താണ് MLAക്കുള്ള അതൃപ്തി? ഫെബ്രുവരി 12-നാണ് മണ്ടേക്കാപ്പ് സ്വദേശിയും 15 വയസ്സുകാരിയുമായ ശ്രേയയെ വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. പുലർച്ചെ 4:45 കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി വീട്ടുകാർ പറയുന്നു. പക്ഷേ 23 ദിവസം പിന്നിട്ടു. ഇത്രയും കാലമായിട്ടും പോലീസിന് കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ സമയത്ത് പ്രദേശവാസിയായ 42-കാരൻ പ്രദീപും ഇതേ സമയത്ത് കാണാതായിട്ടുണ്ട്. ഇയാളെ കുറിച്ചും പോലീസിന് വിവരമില്ല. ഇരുവരുടെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ ഇതിലൊരു വ്യക്തത ഇല്ലാത്തതാണ് ഇപ്പോൾ MLAക്ക് ഒരു അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. ഈ കേസന്വേഷണത്തിൽ പുരോഗതിയൊന്നും ഉണ്ടാവുന്നില്ല. ഒരു 15 വയസ്സുകാരിയാണ്. പോലീസ് ആ ഗൗരവത്തിലല്ല ഈ കേസിനെ കാണുന്നത് എന്നൊക്കെ MLA പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയിലേക്കോ മാറ്റണമെന്നാണ് ഇപ്പോൾ MLA ആവശ്യപ്പെടുന്നത്. നാളെ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കും, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, DGPയെ നേരിട്ട് കാണും. അതിനുശേഷം ഈ കേസന്വേഷണം മറ്റൊരു ഏജൻസിയെ മാറ്റണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ നിലവിൽ MLA ഉന്നയിക്കുന്നുണ്ട്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.